വ്യൂ പോയിന്റിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജാണ്. വെൽക്കം PC. താങ്ക് യു. ഈ അഭിമുഖത്തിന്റെ പിന്നിലുള്ള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. തീർച്ചയായും. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത്, കേരള കോൺഗ്രസ് എമ്മിന് എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടെന്ന് വ്യക്തമാക്കാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുന്നു. കോൺഗ്രസുമായി എത്ര കാലം നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും കസ്തൂരിരംഗൻ്റെ കാര്യത്തിൽ എന്നത് എല്ലാം തുറന്നു പറയാനുള്ള ഒരു അഭിമുഖമായി PC ഇതിനെ കാണണം. തീർച്ചയായിട്ടും. നവംബർ 13 പുറത്തു വന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കുകയോ അതല്ലെങ്കിൽ അതിൽ ഭേദഗതി വരുത്തുകയോ ചെയ്തില്ലെങ്കിൽ ഞാൻ രാജിവെക്കും. PC ജോർജ് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് രാജിവെക്കാത്തത്? രാജിവെക്കാത്തത് വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷന് മുമ്പ് വരണമെന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ്, നോട്ടിഫിക്കേഷന് മുമ്പ് ഓഫീസ് മെമ്മോറാണ്ടം വന്നു. ആ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ വന്ന മാറ്റർ കറക്റ്റാണ്. അത് ഒരു നോട്ടിഫിക്കേഷനാണ് ലീഗേഷ്. അതുകൊണ്ടാണ് ഞാൻ രാജിവെക്കണമെന്ന് ഫൈനലായിട്ട് ഇന്നലെ രാത്രിയിൽ തീരുമാനിച്ചത്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാത്രി പാതിരായിക്ക് പത്രസമ്മേളനം നടത്തി ഒരു കാര്യം പറഞ്ഞു. 2 ദിവസത്തിനകം നോട്ടിഫിക്കേഷൻ വരും. ഇത് ഞാനാണ് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഉടനെ കയറി രാജി കൊടുത്താൽ മനുഷ്യൻ പറയുന്ന അഹങ്കാരം എന്ന് പറയുന്നത് എൻ്റെ ധാർഷ്ട്യമായിട്ട് കണക്കാക്കും. അത് തന്നെയാണ് ഞാൻ പാർട്ടി ചെയർമാൻ മാണി സാറുണ്ട്, പാർട്ടിയുടെ PJS ആണ്. ഞാൻ രണ്ടുപേരോടൊക്കെ സംസാരിച്ചു, അല്ലാതെ ഒറ്റയ്ക്ക് എൻ്റെ സൗകര്യമൊന്നും അല്ലിത്. അപ്പോൾ അവർ രണ്ടും പറഞ്ഞ ഒരു മാണി സാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ജോറി തന്നെ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ജോറി മാത്രം ഒരു കേമനും ബാക്കിയുള്ളൊരു മോശം എന്നുള്ള ഇമ്പ്രഷനാണ് ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് പോകും. അതൊരു വസ്തുതയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് രാജി സന്നദ്ധത മനസ്സാണ്ട് പറയുകയും ഇതിന് തീരുമാനം വേണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹത്തെ പോയി കണ്ട് എൻ്റെ രാജി സന്നദ്ധത കത്തായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കൊടുത്തു ഞാൻ. അതോടൊപ്പം രാജിക്ക് ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യണമെന്നുള്ള അഭിപ്രായം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ 6 മണിക്കെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് നാളത്തെ കഴിഞ്ഞ് 2:30 മണിക്ക് കോട്ടയത്ത് ഓഫീസിൽ കമ്മിറ്റി കൊടുക്കുക. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം മാണി സാർ പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ MLA-മാരും ഇത് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ രാജിവെക്കുന്നതിൽ വിമുഖരല്ല എന്ന് പറഞ്ഞിരിക്കുക. അതിൻ്റെ അർത്ഥം ക്ലിയർ ആയില്ലേ? അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ചെയ്യേണ്ടത്, ഇത് കേരള കോൺഗ്രസ് സംസ്കാരത്തിൽ മാണി സാറ്, PG ജോസഫും PC ജോർജും എല്ലാം കൂടെ, CF തോമസും എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട രാജിയുടെ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് 48 മണിക്കൂർ താമസിക്കാൻ വൈമുഖ്യ മനസ്സും പിടിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ല. 2 കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇതുവരെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ ഒരു വിജ്ഞാപനവും പുറത്തു വന്നിട്ടില്ല. നവംബർ 13 വന്നത് ഒരു ഗവൺമെൻറ് ഓർഡറാണ്. അതിനുശേഷം ഡിസംബർ 20 ഒരു ഓഫീസ് മെമ്മോറാണ്ടം ഇറങ്ങിയിരുന്നു. അത് ഒരു ഗവൺമെൻറ് ഓർഡറിനെ സൂപ്പർസീഡ് ചെയ്യാൻ നിയമപരമായി ശക്തമല്ല എന്ന കാര്യം വ്യക്തമാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഓഫീസ് മെമ്മോറാണ്ടത്തിനും അത്രമാത്രം വിലയേ ഉള്ളൂ. ഇനി ഒരു പക്ഷേ ഒരു കരട് വിജ്ഞാപനം പുറത്തു വന്നാൽ തന്നെ നവംബർ 13 ഗവൺമെൻറ് ഓർഡർ നിലനിൽക്കും, അന്തിമമായ വിജ്ഞാപനം പുറത്തു വരുന്നത് വരെ. കരട് വിജ്ഞാപനം പുറത്തു വന്ന് 6 മാസത്തിനുള്ളിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷം ഒരുപക്ഷെ മാറ്റങ്ങളോട് കൂടിയായിരിക്കും അന്തിമ വിജ്ഞാപനം വരിക. ഇതിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട് എന്താണ്? ഒന്ന്. രണ്ടാമത്, കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഓഫീസ് മെമ്മോറാണ്ടത്തിലൂടെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. കേരള കോൺഗ്രസ് എം ഇതേ അഭിപ്രായത്തിൽ ആണോ ഉള്ളത്? മെമ്മോറാണ്ടത്തിൽ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, 123 വില്ലേജാണ് ESA ആയിട്ട് പ്രഖ്യാപിച്ചത്. ആ 123 വില്ലേജിലും ഉള്ള മനുഷ്യവാസ കേന്ദ്രങ്ങൾ മുഴുവൻ റിലീസ് ചെയ്യണം. ഒന്ന്, കൃഷിഭൂമി മുഴുവൻ റിലീസ് ചെയ്യണം. ഇതാണ് ഇപ്പോൾ CHR, അത് റിലീസ് ചെയ്യണം. അതൊന്നും ESA ആക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കാര്യത്തിൽ ഈ മെമ്മോറാണ്ടം കറക്റ്റാണ്, അത് പറഞ്ഞിട്ടുണ്ട്. അതിർത്തി നിശ്ചയിക്കുന്ന കാര്യമാണ്. ഫോറസ്റ്റായിട്ട് തന്നെ നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അല്ല, ഫോറസ്റ്റ് ESA ആയിട്ട് അവിടെ പൂർണ്ണമായിട്ട് നിന്നോട്ടെ. അതോടൊപ്പം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇച്ചിരി കടത്തി പറയുക കേരള കോൺഗ്രസ് പാർട്ടി. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ റവന്യൂ പുറമ്പോക്ക് ഉണ്ട്. റവന്യൂ പുറമ്പോക്കായി നിൽക്കുന്ന വലിയ പാറകൾ മുഴുവൻ റവന്യൂ പുറമ്പോക്കായിട്ട് നിൽക്കുക. അവിടെ തന്നെ ഗ്രാസ് ലാൻഡ് ഉണ്ട്, വലിയ മൊട്ടക്കുന്നുകൾ. ഉദാഹരണമാണ് വാഗമൺ.
ഇതൊക്കെ ESA ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ പറയും. ESA ആക്കണം. എന്തുകൊണ്ടാണ് കസ്തൂരി രംഗൻ അത് ESA ആക്കാതിരുന്നത്? ഉദാഹരണമായി ഞാൻ വാഗമണ്ണ് മാത്രം ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുക. വാഗമണ്ണ് അത് മൂന്നാറുകൊണ്ട് ഇതുപോലെ വാഗമണ്ണിൽ റിസോർട്ട് മാഫിയയുടെ സ്വാധീനത്തിന് വഴങ്ങി ആ പുൽമേടുകളെപ്പോലും നശിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ESA ആക്കാതെ തീക്കോയും പൂഞ്ഞാറും ഒക്കെ ESA ആക്കിയിരിക്കുക. പൂഞ്ഞാർ രാജകുടുംബം 890 കൊല്ലത്തെ പഴക്കമുണ്ട് കേരളത്തിൽ, മനസ്സിലാക്കണം. ആ രാജകുടുംബം പണിത വീട് 890 കൊല്ലമാണ്. ആ സ്ഥലം ESA ആണെന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന കസ്തൂരംഗന് മാനസിക രോഗിയോ അല്ലെങ്കിൽ അടിമേടിക്കാൻ യോഗ്യനാണെന്ന് തർക്കം വല്ലതും ഉണ്ടോ? ഇവിടാണ് പ്രശ്നം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഗോപീഷ്ണ, ഏറ്റവും പ്രധാനപ്പെട്ട 4156 വില്ലേജാണ് 6 സ്റ്റേറ്റിലും കൂടെ ESA ആയിട്ട് പ്രഖ്യാപിച്ചത്. അതിൽ വെറും 123 വില്ലേജ് നമ്മുടേതുള്ളൂ. വില്ലേജിൻ്റെ എണ്ണം 123. ടോട്ടൽ 4156 വില്ലേജിൽ കൂടെ 30 ലക്ഷം ജനമേ ഉള്ളൂ. വേറെ 123 വില്ലേജ് കേരളത്തിൽ മാത്രം 23 ലക്ഷം ജനം. അപ്പോൾ 4156 123 പോയിട്ടുള്ള 4023 വില്ലേജിലും കൂടെ 7 ലക്ഷം ജനം. 123 വില്ലേജ് 23 ലക്ഷം ജനം. ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? മറ്റ് സ്റ്റേറ്റുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്കിത് ആവശ്യമില്ല. അവിടെ ജനവാസ കേന്ദ്രമൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അതല്ല, ഇവിടെ കട്ടപ്പന ഇപ്പോഴാണ് പറഞ്ഞത്. അല്ല, അതെല്ലാം ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഓഫീസ് മെമ്മോറാണ്ടത്തിൽ പരിഗണിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ വേറെ കാര്യമുണ്ട്. ഓഫീസ് മെമ്മോറാണ്ടത്തിൽ പരിഗണിച്ചാൽ പോരല്ലോ. ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളേ ഉള്ളൂ, ഇൻറ്റേർണൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ടൊന്നും പോരാ. ഇത് വളരെ വ്യക്തമായ കാഴ്ചപ്പാട്. മാണി സാറ് പറഞ്ഞതും PJ ജോസഫ് പറഞ്ഞതും ഒക്കെ അത് തന്നെയാണ്. ഇത് ഗവൺമെൻറ് ഓർഡറായിട്ട് ഇറങ്ങണം. ഗ്രീൻ ബെഞ്ച്, സുപ്രീം കോടതിയിൽ ഗ്രീൻ ബെഞ്ചിൻ്റെ മുന്നേ ചെല്ലുമ്പോൾ ഗവൺമെൻറ് ഡിസിഷൻ വേണം. മനസ്സിലായില്ലേ? അതല്ലാതെ ഒരു 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 സാമ്പാർ മാതിരി. ശരി, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് ഈ ഓർഡർ ഇറങ്ങണം എന്നുള്ളതായിരുന്നു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആവശ്യം. പക്ഷെ അത് പരിഗണിക്കപ്പെട്ടില്ല. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി. ഇനിയിപ്പോൾ 2 ദിവസം കൂടി കാത്തിരിക്കും. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് പറഞ്ഞത് 2 ദിവസത്തിനകം ഓർഡർ ഇറങ്ങും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുൻ KPC പ്രസിഡന്റ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡൽഹി പോയിട്ടുണ്ട്. ഓർഡർ കൊണ്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കരട് വിജ്ഞാപനമാണ്. ഈ പറയുന്നത് കരട് വിജ്ഞാപനത്തിന്റെ കാര്യമാണ്. ഈ കരട് വിജ്ഞാപനം പുറത്തു വന്നാൽ തന്നെ 6 മാസത്തെ സമയം വീണ്ടും ബാക്കി നിൽക്കുന്നു. അതിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായും അതിനുശേഷം പുറത്തിറങ്ങുന്ന വിജ്ഞാപനം ആ അഭിപ്രായങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാകാം, ഭേദഗതികളോടുകൂടിയും ആകാം. എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് എം എന്തിനാണോ നിലകൊള്ളുന്നത് അക്കാര്യത്തിൽ കരട് വിജ്ഞാപനം ഇറങ്ങിയാൽ പോലും വ്യക്തത ഉണ്ടാകില്ല എന്നർത്ഥം. പക്ഷേ ഒരു പരിധി വരെ കർഷകരുടെ ആശങ്ക ദൂരീകരിക്കാൻ കഴിയും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ നിലയിലാണെങ്കിൽ ഇത് പോയി എന്ന മനസ്സിലാക്കേണ്ട കാര്യം പറയാം. വളരെ സന്തോഷത്തോടുകൂടി രാത്രി കിടന്നിറങ്ങിയ 23 ലക്ഷത്തോളം ജനങ്ങൾ നേരം വെളുത്തപ്പോൾ ESA ആയി, വനഭൂമിയായി, നിശ്വനായി മാറിയിരിക്കുന്നു. ഒന്നുമില്ലാത്തവനായി. മനസ്സിലാക്കേണ്ട ബുദ്ധിമുട്ട് ചെറുതല്ലത്. ഞാനിത് കിടന്നുറങ്ങുക 10 വർഷത്തിന് ഉടമയായി സന്തോഷത്തോട് കിടന്നുറങ്ങുന്നു. നേരം വെളുത്തപ്പോൾ എനിക്ക് ഒന്നുമില്ലെന്നാകുക. എന്താന്നേരാ? അത് 23 ലക്ഷം ജനമാണ്, ചെറുതല്ല. അതിനെപ്പറ്റി എന്താ ചിന്തിക്കാത്ത നമ്മുടെ ആളുകൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയോ രൂക്ഷമാണ്. ഇവിടെ 10 കിലോമീറ്റർ ബഫർ സോൺ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂഞ്ഞാറിൽ നിന്ന് 10 കിലോമീറ്റർ ബഫർ സോൺ വന്നാൽ പാലാ വരെ വരും. മനസ്സിലായില്ലേ? ഏരിയൽ ഡിസ്റ്റൻസാണ്. ഈരാറ്റുണ്ട് വരും, കാഞ്ഞിരപ്പള്ളി വരും, കൂട്ടിക്കലുണ്ട്. അതുകൊണ്ട് അപ്പോൾ കേരളത്തിൻ്റെ 1/3 പോവും. സത്യത്തിൽ അതൊക്കെ പഴയ കഥയല്ലേ PC? അല്ല, കാരണം ജനവാസ മേഖലകൾ ഒഴിവാക്കപ്പെട്ടു, കൃഷിയിടങ്ങൾ ഒഴിവാക്കപ്പെട്ടു, ടൗൺഷിപ്പുകൾ ഒഴിവാക്കപ്പെട്ടു. എവിടെ ഒഴിവാക്കപ്പെട്ടു? ഓഫീസ് മെമ്മോറാണ്ടത്തിൽ അത് വ്യക്തമാണ്. ഓഫീസ് മെമ്മോറാണ്ടം മാത്രം ആയില്ല. അതാണ് എൻ്റെ തർക്കം. ഓഫീസ് മെമ്മോറാണ്ടം കൊണ്ട് ഗിരിബെഞ്ചിന് മുന്നോട്ട് ചെല്ലും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ശരി, ഇതിൽ ഓഫീസ് മെമ്മോറാണ്ടം പോരാ, കരട് വിജ്ഞാപനം തന്നെ വേണം. അത് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യമാണ്. ഈ ആവശ്യമല്ല, ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങളുടെ ആവശ്യമാണ്. ശരി, കേരള കോൺഗ്രസ് എം പൊളിറ്റിക്കലി അത് മുന്നോട്ട് വയ്ക്കുന്നു. ഇതേ ആവശ്യത്തിന്റെ പുറത്താണ്
പി ജെ ജോസഫ് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന് അദ്ദേഹം പ്രതിഷേധം അറിയിച്ചത്. പക്ഷേ കെ എം മാണി പറഞ്ഞത് അദ്ദേഹം ചില അസൗകര്യങ്ങൾ കാരണം പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ്. ജോസഫ് വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് അസംതൃപ്തിയുണ്ട്, ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ ആന്റണി രാജുവിന്റെ വീട്ടിൽ ജോസഫ് വിഭാഗത്തിലെ നേതാക്കൾ കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു. കേരള കോൺഗ്രസ് എമ്മിനകത്ത് തന്നെ ഈ പൊളിറ്റിക്കലി കേരള കോൺഗ്രസ് എം എടുത്തിട്ടുള്ള നിലപാടിൽ മാണി വിഭാഗത്തിന് അല്പം കൂടി മയപ്പെട്ട നിലപാടും ജോസഫ് വിഭാഗത്തിന് ഇതിൽ ശക്തമായ നിലപാടും എന്ന വേർതിരിവ് സംഭവിച്ചിട്ടില്ലേ? ഇല്ലെന്ന്, അതൊക്കെ ഒരു തെറ്റിദ്ധാരണ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം മാണി സാർ പാർട്ടി നേതാവെന്ന നിലയിൽ ക്യാബിനറ്റിൽ പങ്കെടുക്കാതിരുന്ന് പ്രതിഷേധിക്കുന്ന പറഞ്ഞാൽ അത് മുന്നണി ബന്ധം തീർന്നു, വസ്തുതാപരമായിട്ട് പറയുക. എന്നാൽ പി ജെ ക്യാബിനറ്റിൽ പോകാതെ പ്രതിഷേധം രേഖപ്പെടുത്തി. അദ്ദേഹം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ്, മാണി സാർ ചെയർമാനാണ്, മനസ്സിലായില്ലേ? വൈസ് ചെയർമാനായി ഞാൻ രാജീവ് സന്നദ്ധതയെ കൊണ്ട് ചെല്ലുന്നു. ഞങ്ങളെല്ലാവരും ഒരേ ചിന്തയിലാണ്. ഇത് കർഷകരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കേരള കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു ഗ്രൂപ്പും ഇല്ല, ഒരു തർക്കവും ഇല്ല, ഒറ്റക്കെട്ടായിട്ട് പോകും. അതിനൊന്നും യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഇന്നലെ ആന്റണി രാജുവിൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് കൂടി ഇന്നലെ പച്ച നുണയാണ്. പി ജെയുടെ വീട്ടിൽ ഇവരെല്ലാവരും ഇരിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്. ആന്റണി രാജുവിൻ്റെ വീട്ടിലോട്ടൊന്നും ആരും പോയാലും ഗ്രൂപ്പും കൂടിയില്ല. ലോക്സഭയിൽ മത്സരിക്കാനുള്ള 16 സീറ്റിൽ 13 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ CPIM നിശ്ചയിച്ചു കഴിഞ്ഞു. വിട്ടിരിക്കുന്ന 3 സീറ്റുകൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി. ഇടുക്കിയിൽ CPIM പ്രതീക്ഷിക്കുന്നു ഫ്രാൻസിസ് ജോർജിനെ. ഒരു സ്പ്ലിറ്റിനുള്ള സാധ്യത ഇപ്പോഴും അടഞ്ഞിട്ടില്ല കേരള കോൺഗ്രസ് എമ്മിൽ. ഫ്രാൻസിസ് ജോർജ് മത്സരിക്കണമെന്നതാണ് ഇടുക്കി ജനങ്ങളുടെ പൊതുവികാരമെന്ന് ഇടുക്കി ബിഷപ്പ് പറഞ്ഞു. ബിഷപ്പ് തിരുത്തിയില്ലോ, അഭിനന്ദ പിതാവ് തിരുത്തിയില്ലോ. അപ്പോൾ പറയേണ്ടായിരുന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഇപ്പോൾ അതിന് ചർച്ചയാക്കേണ്ട കാര്യമില്ല. ഫ്രാൻസിസ് ജോർജിന് വിജയസാധ്യതയില്ല, അങ്ങനെ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ധാർമ്മികതയല്ല എന്നൊക്കെ PC പറഞ്ഞല്ലോ. വിജയസാധ്യതയില്ലെന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞത്, ധാർമ്മികതയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചത് 2 സീറ്റിന് കേരള കോൺഗ്രസ് അർഹതയുണ്ട്. ഇടുക്കി സീറ്റ് അഭികാമ്യം, ഇടുക്കി സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന്. ആ തീരുമാനം പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ വിരുദ്ധമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിന് മുമ്പാണ് ഞാൻ പറഞ്ഞത് ഇടുക്കി ചോദിക്കുന്നത് അധാർമികമാണെന്ന്, മനസ്സിലായില്ലേ? പാർട്ടി കമ്മിറ്റി കൂടി ഇങ്ങനൊരു തീരുമാനം എടുത്തതിന് ശേഷം ഞാൻ പിന്നെ അത് അഭിപ്രായം പിന്നെ പറഞ്ഞിട്ടില്ല. അതാണ് സത്യം. പഴയ പറഞ്ഞ അഭിപ്രായം എല്ലാ ചാനലുകാരുടെയിലും ഉണ്ട്. അവരിത് കാണിക്കുന്നതിന് എന്നോട് മനപ്രയാസം എടുത്ത കാര്യത്തിൽ ഞാനൊരു സത്യം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. 2 ദിവസത്തിനകം കരട് വിജ്ഞാപനം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് മാണി സാറ് പറഞ്ഞിട്ടുണ്ട്. രാജിവെക്കുന്നതിന് വിമുഖതയില്ല എന്ന് പറയുമ്പോൾ അർത്ഥം ക്ലിയറല്ലേ? അത് അദ്ദേഹം തന്നെ പറയും. 2 ദിവസം നാളെ കഴിഞ്ഞ് ഞങ്ങൾ കമ്മിറ്റി കൂടുന്നുണ്ട്, അപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തും. ഗാഡ്ഗിൽ സമിതി അംഗവും ജൈവ വൈവിധ്യ ബോർഡ് മുൻ ചെയർമാനുമായ VS വിജയനും മകനും കോടികളുടെ ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ഒരു CBI അന്വേഷണം ആവശ്യമാണെന്നും PC ജോർജ് പറഞ്ഞു. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വളരെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ 2007 മുതൽ 2013 വരെ 73 കോടി 38 ലക്ഷം രൂപ NGO വഴി ഈ VV റോബിൻ ഇതല്ലേ അതിൻ്റെ റിക്കാർഡാണ്, VV റോബിൻ കൈപ്പറ്റിയിട്ടുണ്ട്. VV റോബിൻ്റെ സംഘടനകൾ ഈ എന്തിനായി കാശ് കൈപ്പറ്റി? ഇത് മുഴുവൻ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പേര് പറഞ്ഞ അതാണ് പ്രധാനപ്പെട്ട. ഇതാ ഒരെണ്ണം പറയാം. ഒറ്റ 2007 അട്രി ബാംഗ്ലൂർ ഒരു NGO ആണ്. $4.5 മില്യൺ, മനസ്സിലായോ? ക്രിട്ടിക്കൽ എക്കോസിസ്റ്റം പാർട്ണർഷിപ്പ് ഫണ്ടാണ്. എക്കോസിസ്റ്റം പാർട്ണർഷിപ്പ് ഫണ്ട് വെസ്റ്റേൺ ഗാർഡ് കൺസർവേഷൻ ഇത് എഴുതി വെച്ചിരിക്കുന്നു. ഇത് എൻ്റെ ഞാൻ എഴുതി വെച്ചതല്ലല്ലോ. ഇതാ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ WTI ന്യൂഡൽഹി $45,000. ക്രിട്ടിക്കൽ എക്കോസിസ്റ്റം പാർട്ണർഷിപ്പ് ഫണ്ടാണ് ഡോണർ, മനസ്സിലാക്കിക്കണം. കൺസർവേഷൻ പ്ലാൻ ഫോർ സെക്യൂറിങ് സെലക്റ്റഡ് എലഫൻറ്റ് കോറിഡോർ ഇൻ സൗത്ത് ആൻഡ് വെസ്റ്റേൺ ഗാർഡ്സ്. വെസ്റ്റേൺ ഗാർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാശ് മുഴുവൻ വാങ്ങിക്കുന്നത്. ആദ്യമായി കിട്ടിയ എക്കോസിസ്റ്റം പാർട്ണർഷിപ്പ് ഫണ്ട് CPF എന്നാണ് അവരായി കാശ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ $40,000 കൊടുത്തിരിക്കുന്നത് അതാ ക്രിട്ടിക്കൽ എക്കോസിസ്റ്റം പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നാണ്. സെയിം, മനസ്സിലായല്ലോ? ഇത് ഇങ്ങനെ ഇതിനകത്ത് മുഴുവൻ കണക്കാൻ നോക്കിയതല്ലേ.
73 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. ഇതിനെന്താ തെളിവ്, രേഖകൾ? ഇതല്ലേ അവരൗദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? നിഷേധിക്കാൻ പറ്റുമോ? ഇതെങ്ങനെ നിഷേധിക്കും? പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ഉയരുന്ന പ്രതിഷേധക്കാരൊക്കെ പുട്ടടിക്കുകയാണെന്ന് ഇതെല്ലാം പുട്ടടിക്കുകയാണ്. അതാ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ അമേരിക്കയിൽ ഇപ്പോൾ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ ഈ യുവത്വമെല്ലാം കൂടെ കുളിച്ച് കൂത്താടുക. അവിടെ സയൻറ്റിഫിക്കായ നീക്കങ്ങൾ നടന്നു. ഇതെല്ലാം കാർബൺ ഡെപ്പോസിറ്റ് ആകുന്നു. ഇത് അവരുടെ രാജ്യത്തിന് വലിയ നഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് മോചനത്തിന് എന്താ? ഇവിടെ പച്ചപ്പുകൾ ഉണ്ടാകണം, കൃഷിഭൂമി അതല്ലേ. പക്ഷേ അതിന് പകരം അതിന് പണം കൊടുക്കാൻ തയ്യാറാവരും. അമേരിക്ക പണം കൊടുക്കും, ഇംഗ്ലണ്ട് പണം കൊടുക്കും. അതാണ് കാർബൺ ഫണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ ഫണ്ട് യുനെസ്കോ വഴിയാണ് വരുന്നത്. നമ്മൾ മേടിച്ചിട്ട് നമ്മളിവിടുത്തെ കൃഷിക്കാരെല്ലാം ഇത്രയും പച്ചപ്പുണ്ടാക്കുന്ന നമ്മൾ കൃഷിക്കാരെല്ലാം കൂടെ വനമാണെന്ന് പ്രഖ്യാപിച്ച് അവിടെ കൊണ്ട് യുനെസ്കോയിൽ എഗ്രിമെൻറ്റ് കൊടുക്കുക. ഈ കാശ് മേടിച്ചിട്ട് എന്നുവെച്ചാൽ ഈ കാശ് മേടിച്ചെടുക്കുക. കോടിക്കണക്കിന് രൂപ വാങ്ങിയ കേന്ദ്ര മന്ത്രിമാർ വരെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവനൊക്കെ പുട്ടടിക്കുന്നതിന് ഞങ്ങൾ മലയാളികൾ മനുഷ്യൻ എല്ലാം വനത്തിലാവണം. കേന്ദ്രമന്ത്രിമാർ എന്ന് പറയുമ്പോൾ ഞാൻ ആരുടെയും പേര് പരിസ്ഥിതി മന്ത്രിയുണ്ടോ? ഇപ്പോഴത്തെ പരിസ്ഥിതി ഞാൻ ചോദിക്കട്ടെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുൻ KPC പ്രസിഡന്റ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, കേരളത്തിൻ്റെ നമ്മുടെ KPC പ്രസിഡൻ്റായ VM സുധീരൻ, ഞങ്ങൾ MLA മുഴുവൻ, പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ പ്രമേയം പാസ്സാക്കി നിയമസഭയിൽ. എന്നിട്ടും ഈ കൃഷിക്കാരനെ രക്ഷിക്കാൻ ഒരു ഓർഡർ ഇറക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അവിടെ പറ, എന്താണ് ബുദ്ധിമുട്ട്? ഈ കാർഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഇല്ലാതിരുന്നപ്പോഴും ഇവിടെ മഴയും വനവും എല്ലാം ഉണ്ടല്ലോ, മൃഗങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ആരും ആനെ കയറി വെടിവെച്ചില്ലല്ലോ. കള്ളത്തരത്തിൽ കോടതി പോയി പറയുന്നതിന് ഇവിടെ എല്ലാം കോറി. എന്നിവിടെ കോറി? എൻ്റെ പഞ്ചായത്ത് ഇത് ഇരാരുടെ പഞ്ചായത്ത് നമ്മളിരിക്കുന്നത്. ഒരു കോറി കാണിച്ചു തരാമോ? എൻ്റെ ചോദ്യം, ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ കേരളത്തിൽ നടപ്പാക്കപ്പെടണം, അതിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കപ്പെടണം എന്ന നിർബന്ധ ബുദ്ധി കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത് കേന്ദ്രമന്ത്രിമാർ പണം വാങ്ങി കോടികളുടെ ഫണ്ട് തിരിമറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണോ പറയുന്നത്? എൻ്റെ ഉറച്ച വിശ്വാസം. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അത് പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ടവരെയൊക്കെ എനിക്ക് സംശയം. ജയറാം രമേശ് NGOസുമായിട്ട് ബന്ധമുണ്ടായിരുന്നാണ് ഈ റെക്കോർഡ് കാണുന്നത്. വീരപ്പ മൊയ്ലിയെ പറ്റിയും ഇത് തന്നെ പറയുന്നു. ഞാനത് പറയാൻ കാരണം എനിക്കത് മടിയൊന്നുമില്ല പറയാൻ. അതിപ്പോൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ ഇതാണല്ലോ നമ്മുടെ അട്രി ബാംഗ്ലൂർ, അതിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറായിരുന്നു ജയറാം രമേശ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലായില്ലേ? അതിൻ്റെ അഡ്വൈസറി മെമ്പറായിരുന്ന ജയറാം രമേശ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ റെക്കോർഡിൽ നിന്ന്. അല്ല, കേരളത്തിലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെയും മലയോര മേഖലയിലെ കർഷകരുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിക്കൊപ്പമാണ് ഇന്ന് കേരള കോൺഗ്രസ് എം നിൽക്കുന്നത്. അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതല്ലേ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലുള്ളതാണ്. ജയറാം രമേശ് വിക്കിലീക്സ്. ജയറാം രമേശ് വാസ് ഓൺ ബോർഡ് ഓഫ് എ പ്രോമിനൻ്റ് NGO. ഒരു വിക്കിലീക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇത് ശരിയാണെന്ന് പരിശോധിക്കണം. VS വിജയനെതിരെ ആരോപണം വന്നപ്പോൾ VS വിജയൻ ആദ്യം തന്നെ പറഞ്ഞത് PC ജോർജിനെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കാൻ പോവുകയാണ്. ഞങ്ങളോട് തന്നെ പ്രതികരിച്ചു, മീഡിയ വണ്ണിനോട് തന്നെ. അപ്പോൾ PC ജോർജിന് എന്താണ് പറയാനുള്ളത്? ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യക്തമായ തെളിവുകളുമായി PC ജോർജ് വരണമെന്നാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ? ഞാൻ ചോദിക്കട്ടെ ഗോപികൃഷ്ണ, ഒരു മാസമായില്ലേ വിജയൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ നോട്ടീസ് അയക്കുന്നു? എനിക്ക് നല്ല അഡ്രസ്സ്, വലിയ അഡ്രസ്സൊന്നും ഇല്ലെങ്കിൽ ഞാൻ PC MLA ഈരാറ്റുപേട്ടാന്ന് വെച്ചാൽ എനിക്ക് കത്ത് കിട്ടും. ഇതുവരെ വക്കീൽ നോട്ടീസൊന്നും അയച്ചിട്ടില്ല അയാൾ. എന്താ അയക്കാത്ത? അയാൾ അയക്കട്ടെ, ഞാൻ മറുപടി കൊടുക്കാം. എനിക്കിനെ വക്കീൽ നോട്ടീസ് അയച്ച പല മാന്യന്മാരുണ്ട്, പിന്നെ ഇവനെയൊന്നും കാണുന്നില്ല. ആ എറണാകുളം ഒരു 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 മുഖ്യ ഉപദേശകൻ മുഖ്യമന്ത്രിയുടെ അയച്ചായിരുന്നു, ഇപ്പം തിന്നു കളയുന്നു. എവിടെ പോയി സാധനം? ഷാഫി മേത്തർ. മറുപടി ഞാൻ കൊടുത്തല്ലോ. താനൊന്ന് കേസ് ഫയൽ ചെയ്യണം, തന്നെ പിരിച്ചോടെ കാര്യം കോടതി പറയാനുണ്ടോ, ഒന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ കണ്ടില്ല. വേറെ ഒരുത്തൻ ഇറങ്ങി തിരിച്ചിവിടെ നമ്മുടെ അതും ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവനും ഈ പറഞ്ഞ പോലെ കള്ളനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അവൻ ബോംബെയിൽ നിന്നും എറണാകുളത്ത് നിന്ന് ഈ വക്കീൽ നോട്ടീസ് അയച്ചു.
ഉടനെ എൻ്റെ മൂക്കി എത്തിക്കളയെന്ന് പറഞ്ഞു. ഓരോ കോടി രൂപയ്ക്കായിരുന്നു. ഒരു മറുപടി ഞാൻ കൊടുത്തല്ലോ, ദൈവത്തെ ഓർത്ത് നീ ഒന്ന് കേസ് ഫയൽ ചെയ്യണം, അവിടെ നേരിട്ടോളാന്ന് പറഞ്ഞു. അവനെയും കാണുന്നില്ല. അതിലൊന്നും വലിയ കാര്യമില്ല. എന്നാലും വിജയൻ എന്നെ പറയാൻ കാണും, ഞാൻ തൊടുപുഴ അവിടെ ഒരു കോളേജ്, അമീൻ കോളേജ്, 4500 പിള്ളേരെ അവിടെ. ആ പിള്ളേർ വിളിച്ച് ചേർത്ത് ഒരു സംവാദം ഉണ്ടായിരുന്നു. അതിൽ ഡോക്ടർ വിജയൻ ഉണ്ടായിരുന്നല്ലോ, മണിസഖാവ് ഉണ്ടായിരുന്നു, അവിടുത്തെ റോയ് കെ പോലീസ് ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ മൈക്കിനകത്തൂടെ, ഈയുടെ കാളറാണെന്നും ഈയുടെ കഴുത്ത് കെട്ടി കളയേണ്ടതാണ് കൃഷിക്കാരനെ ചെയ്യേണ്ടതായിരുന്നു എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. അതെന്നാ മിണ്ടാഞ്ഞ് മറുപടി മിണ്ടിയില്ലല്ലോ. അവിടെ ഇത്ര വലിയ നീതിമാനെന്ന് കാശ് മേടിച്ചില്ല പറയാൻ വരേക്ക്. ഞാൻ പണം വാങ്ങിയിട്ടില്ലെന്ന് പറയാനുള്ളത് എന്നെ പോലും അയാൾ കാണിച്ചില്ല. എൻ്റെ അടുത്താണ് നിന്നത്. ഞാൻ ഇങ്ങനെ വെട്ടിക്കളയേണ്ടതെന്ന് ഈ സ്വഭാവമായി കിടന്ന് ഞാൻ പച്ചയ്ക്ക് കൈവക്ക് കാണിച്ചു കൊടുത്തു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള കരട് വിജ്ഞാപനം 2 ദിവസത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എം അതിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ജോസഫ് വിഭാഗത്തിന് അതൃപ്തിയില്ല. നിങ്ങളെല്ലാവരും ഒരൊറ്റക്കെട്ടായിട്ടാണ് ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഈ 2 ദിവസത്തിനകം കരട് വിജ്ഞാപനം ഉണ്ടായില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കേരള കോൺഗ്രസ് എം തീരുമാനിക്കും. അതേസമയം കത്തോലിക്ക സഭയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഇവിടെ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുമെല്ലാം കടുത്ത നിലപാടുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അവർ പറയുന്നത് ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയുടെ ഭാവി തുലാസിലാണ് നിൽക്കുന്നതെന്ന്. ഇവരെല്ലാം അനുനയിപ്പിക്കാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഈ നിലപാടോടുകൂടി സാധിക്കുമോ? അതിനകത്ത് കേട്ടോ യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. ഞാൻ വിളിച്ചു നോക്കാതെ പറയാം. ഇടുക്കിയിലെ ജില്ലയിലെ 5 നിയോജകമണ്ഡലം മാത്രമല്ല, മലയോര മേഖലയിലെ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള PT തോമസ് MP ഇപ്പോൾ വലിയ ക്രൈസിസ് നേരിടുന്നുണ്ട്. ഈ PT തോമസ് ഓപ്പണായി ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ പറ്റിയൊക്കെ അനുകൂലമായി പറഞ്ഞു. അത് ജനങ്ങളിൽ ഭീതി വരുത്തി. ആ വിരോധം അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് PT തോമസിനെ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കാമെന്ന് ആര് ശ്രമിച്ചാലും നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ ജനങ്ങൾക്ക് ആ ഒരു വൈരാഗ്യം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. കോൺഗ്രസിനെ മറ്റൊരു സ്ഥാനാർത്ഥിയേക്കാൾ നല്ലത്, അതായത് PC തന്നെ മുന്നോട്ട് വെച്ചിരുന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, PC ചാക്കോ തൃശ്ശൂരിൽ നിന്ന് ഇടുക്കിയിലേക്ക് വരട്ടെ, PT തോമസ് തൃശ്ശൂരിലേക്ക് പോയി മത്സരിക്കട്ടെ. ഇപ്പോൾ ആ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനില്ല. പകരം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ നന്നാകും എന്നുള്ള അഭിപ്രായമുണ്ട്. പിന്നെ ഇതുപോലെ ജനങ്ങളെ രക്ഷിച്ചുകൊണ്ട് ഓർഡർ ഇറക്കിയതിന് ശേഷം PC ചാക്കോ അവിടെ വന്നു നിന്നാലും ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, PC ചാക്കോ ആണെങ്കിലും നല്ലൊരു കാൻഡിഡേറ്റ് ആയിരിക്കും. കേരള കോൺഗ്രസ് എമ്മിലെ യോഗ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ഫ്രാൻസിസ് ജോർജ് എന്ന അഭിപ്രായമുണ്ടോ? ഫ്രാൻസിസ് ജോർജിനെ പോലെ എത്രയോ അധികം പ്രഗത്ഭന്മാരായ നല്ല കൊള്ളാവുന്ന സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസിനുണ്ട്. കേരള കോൺഗ്രസ് നേതാക്കന്മാരാൽ നിബിഡമായ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് എല്ലാം വിദ്യാഭ്യാസ യോഗ്യവും കഴിവുള്ളവരുമായ അനേകം നേതാക്കന്മാർ സ്ഥാനാർത്ഥിയായ യോഗ്യരായിട്ടുള്ളവർ ഈ പാർട്ടിയിലുണ്ട്. ഇടതുപക്ഷവുമായി ചില കൂടിയാലോചനകൾ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം, ജോസഫ് വിഭാഗം എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. CPIM ഇടുക്കി സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കുന്നതും കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഒരു പ്രലോഭനമായി ഈ 3 സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നു എന്ന നിരീക്ഷണം നടത്തുന്നത് ഈ അവസരത്തിൽ പോലും തെറ്റല്ല. ഞാൻ നിഷ്പക്ഷമായി പറയട്ടെ, CPM-ആയിട്ടൊരു ചർച്ചയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരെയും നിയോഗിച്ചിട്ടില്ല. പാർട്ടി കമ്മിറ്റി അറിഞ്ഞ് ഒരു ചർച്ച നടന്നിട്ടില്ല. പാർട്ടി നേതൃ ലെവലിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചകളും നടന്നിട്ടില്ല. 100% വസ്തുതാപരമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഏതെങ്കിലും നേതാക്കന്മാർ സഖാക്കന്മാരെ കണ്ട് വഴി വെച്ച് വർത്തമാനം പറഞ്ഞാൽ ഉടനെ അതൊരു ചർച്ചയാക്കി മാറ്റിയിട്ട് വല്ല കാര്യമുണ്ട്. ഇടതുപക്ഷത്തിന്റെ ക്ഷണത്തിനോട് വ്യക്തിപരമായി നന്ദി പറഞ്ഞ ആളാണ് ഫ്രാൻസിസ് ജോർജ്. ഇടതുപക്ഷത്തേക്കില്ല എന്ന് തീർത്തും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. പൗരാവകാശം ആരും തടയാനില്ല. കേരള കോൺഗ്രസിനെ രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് CPM സ്ഥാനാർത്ഥി വിമർശിക്കുന്ന ആർക്ക് എതിർക്കാൻ പറ്റും? അപ്പോൾ കേരള കോൺഗ്രസിന് നിന്നോട് പറ്റുകയെന്നുള്ളൂ. അങ്ങനെ ഒരു സീറ്റ് മോഹിയാണോ ഫ്രാൻസിസ് ജോർജ്? മനുഷ്യനല്ലേ എന്ന് MP ആയിട്ട് നടന്ന ആളാണ്. ഒന്നുകൂടെ MP ആയിക്കൊല്ലാം ഒന്ന് ആഗ്രഹിച്ച് കുറ്റം പറയാൻ പറ്റുമോ? രാഷ്ട്രീയ പ്രവർത്തകൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവനും എപ്പോഴും സ്ഥാനമോഹി ആയിരിക്കണം. സ്ഥാനമോഹി അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനം മന്ദിപ്പിച്ചു പോകും.
അതുകൊണ്ട് കേരള കോൺഗ്രസ്സുകാരനാകട്ടെ കോൺഗ്രസ്സുകാരുടെ ഏത് രാഷ്ട്രീയ പ്രവർത്തകനും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് പറ്റി മത്സരിക്കാനുള്ള സന്തോഷമുള്ളവനാകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഫീൽഡിൽ കാണുകയല്ലോ. മലയോര മേഖലയിലെ കർഷകരെയും അവരുടെ പ്രതിഷേധങ്ങളെയും തണുപ്പിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ കഴിയുമോ? നിസ്സാരമായി. മലയോര മേഖലയിലെ കർഷകർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആളുകളല്ലേ, ഞങ്ങളല്ലേ അത്. ഞങ്ങളുടെ വികാരമൊക്കെ അവർക്കറിയാം. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ കേരള കോൺഗ്രസ് അതിൻ്റെ മുന്നിൽ അല്പം കൂടി ശക്തമായിട്ട് നിൽക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായക്കാരനായാണ്. സരിത എസ് നായരുടെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുള്ളക്കുട്ടിക്കെതിരെ ആണ് രണ്ടാമതായി ഉയർന്നു വന്നത്. ആദ്യം ഐഷപ്പറ്റി, രണ്ടാമത് അബ്ദുള്ളക്കുട്ടി. അബ്ദുള്ളക്കുട്ടിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ PC ജോർജ് വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്, ഇനി വരുന്ന വെളിപ്പെടുത്തലുകളിൽ മന്ത്രിസഭയിലെ അംഗങ്ങൾ ഉണ്ടാകുമോ? ഞാൻ ഈ സരിതയുടെ വെളിപ്പെടുത്തലുമായിട്ട് ഒരു ചർച്ചയിലേക്ക് പോകാൻ എനിക്ക് സന്തോഷമില്ല. എന്താണെന്ന് ചോദിച്ചാൽ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യം എനിക്ക് വിവരമൊക്കെ അറിയാമെന്ന് ഞാൻ എൻ്റെ വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. ഒരു 40ഓളം കേസിൽ പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ, ശിക്ഷിക്കപ്പെടാതെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ അവർ ഏത് മാർഗവും സ്വീകരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ പലരെയും ഇതുപോലെ പിടിക്കേണ്ടി വന്നേക്കാം. കാരണം പണം വേണം. അവിടെ പണമില്ലല്ലോ. അവർക്ക് 12 ലക്ഷം രൂപ കോടതി കെട്ടിവെച്ച് ജാമ്യം എടുത്ത് കൊടുത്തത് ആരാ? ഒരു പൈസ ഇല്ലാത്ത ശരീരയ്ക്ക് എവിടുന്ന രൂപ? അപ്പോൾ അതിനുള്ള സാഹചര്യമൊക്കെ അവരുണ്ടാക്കും. അതുകൊണ്ട് അത് ഒരു ചർച്ചയിലേക്ക് കടക്കാൻ മാന്യതര പുറത്ത് ഞാൻ തയ്യാറാകുന്നില്ല. അമൃതാനന്ദമയി മഠത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഗിൽ ട്രെഡ്വെലിൻ്റെ പുസ്തകത്തോടു കൂടി കൂടുതൽ ശക്തമായി വിവാദങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു സ്വകാര്യ ചാനൽ ഗിൽ ട്രെഡ്വെലിൻ്റെ അഭിമുഖം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമൃതാനന്ദമയിയുമായി അടുപ്പമുള്ള രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് PC ജോർജ്. ഈ ആരോപണങ്ങളെയും ഈ വിവാദത്തെയും എങ്ങനെയാണ് PC ജോർജ് കാണുന്നത്? ഞാൻ മാതാ അമൃതാനന്ദമയിയെപ്പറ്റി, അമ്മയെപ്പറ്റിയുള്ള എനിക്ക് വളരെ ബഹുമാനമാണ്. അവർ ചെയ്യുന്ന സാമൂഹിക സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ ചെറുതായി കാണാൻ കഴിയില്ല. പിന്നെ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിക്കറിയില്ലാത്ത കാര്യം പറയുന്നത് ശരിയല്ലോ. സ്വാഭാവികമായി വളരെ മോശമായ കമൻറ്റുകളാണ് നേരത്തെ പറഞ്ഞ ആ സ്ത്രീയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരാളും കൂടെ. അതുകൊണ്ട് അതിന് ന്യായാന്യായങ്ങളിലേക്ക് കടക്കാൻ ഞാനില്ല. അത് ഏത് കാര്യങ്ങളിലും അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഉത്സുകനായ വ്യക്തിയാണ് PC ജോർജ്. പക്ഷേ നിർണായകമായ 2 കാര്യങ്ങളിൽ നിന്ന് PC ജോർജ് ഒഴിഞ്ഞു മാറുകയാണ്. ഒന്ന്, സരിതയുടെ കാര്യം ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി പറഞ്ഞില്ല. അമൃതാനന്ദമയിയുടെ കാര്യത്തിലും PC ജോർജ് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല. അമൃതാനന്ദമയുടെ കാര്യത്തിൽ ഞാൻ കാണുന്നത് പോസിറ്റീവായിട്ട് കാണണ്ടേ, എല്ലാം നെഗറ്റീവായാലും എങ്ങനെയാണ്? കാരണം ഇതുപോലെ എത്രയോ സംഘടനകൾ വിദേശത്ത് പണം വന്നിട്ടുണ്ടാവാം. അവരാരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആ സ്ഥാനത്താണ് അമ്മ ഇത്രയെങ്കിലും ചെയ്യുന്നത്. ആ നന്മകളെ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് തിന്മ മാത്രം കണ്ടെത്തി പോകുന്നത് ശരിയല്ല. ചെറിയ തിന്മയും ഒരുപാട് നന്മകളുമുള്ള മുന്നണിയുടെ ഭാഗമാണോ ഇപ്പോൾ PC ജോർജ്? അതെ, അതാ ശരി. താങ്ക് യു വെരി മച്ച്. ഓക്കെ.